ഇപ്പോൾ സമയം 4:45 നമ്മൾ ബ്രൈഡിൻ്റെ വീട്ടിൽ എത്തി. അവിടെ നല്ല മഴയുണ്ടായിരുന്നു. നമ്മൾ വേഗം തന്നെ അകത്ത് കയറി വർക്ക് വേഗം സ്റ്റാർട്ട് ചെയ്തു. ഇന്നൊരു ഡേ ഇൻ മൈ ലൈഫ് എന്ന് പറയാനും പറ്റില്ല. ഇന്ന് എനിക്ക് തിരക്കുള്ള ഒരു ഡേ ആയിരുന്നു ബ്രൈഡൽ വർക്കിൻ്റെത്. ഇടയ്ക്ക് കറണ്ട് പോകുന്നുണ്ടായിരുന്നു. അങ്ങനെ നമുക്ക് കുറച്ച് സമയം അങ്ങനെ അങ്ങ് പോയി. എന്നാലും നമുക്ക് സമയത്ത് റെഡിയാക്കാൻ പറ്റി. ഫോട്ടോഗ്രാഫർ വന്നപ്പോഴത്തേക്ക് നമ്മൾ റെഡിയാക്കി എല്ലാം കഴിഞ്ഞിട്ട് ഞാൻ പിന്നെ വീട്ടിലോട്ട് പോയി കുറച്ച് നേരം ഒന്ന് കിടന്നിട്ട് വരാമെന്ന് വിചാരിച്ച് ഞാൻ വന്നപ്പോഴത്തേക്ക് കല്യാണമൊക്കെ കഴിഞ്ഞ് എല്ലാവരും സദ്യ ഉണ്ണാനായിട്ട് നിൽക്കുന്നത്. എങ്കിൽ പിന്നെ ഞാനും സദ്യ കഴിക്കാമെന്ന് വിചാരിച്ചിട്ട് ഞാനും അകത്ത് കയറി. സദ്യ എനിക്ക് സീറ്റ് കിട്ടി. സദ്യ കഴിക്കാമെന്ന് പ്രഥമം കഴിക്കാനായിട്ട് ഒഴിച്ച് അങ്ങോട്ട് എടുത്തപ്പോഴത്തേക്ക് ദേ സേമിയായും വന്നു. പിന്നെ സേമിയായും രണ്ടും കൂടെ കൂട്ടി കഴിച്ച് ഫുഡെല്ലാം കഴിച്ചിട്ട് പിന്നെ ഞാൻ സാരി ചേഞ്ചിങ്ങിന് വേണ്ടിയിട്ട് അവിടെ വെയിറ്റ് ചെയ്യുമായിരുന്നു. ഫോട്ടോഗ്രാഫർമാർ അങ്ങോട്ട് ഓടുന്നു ഇങ്ങോട്ട് ഓടിപ്പിക്കുന്ന അവരെ നടത്തുന്നു. അതെല്ലാം നോക്കി അവിടെ ഇരുന്ന് ലാസ്റ്റ് പിന്നെ പറഞ്ഞാണ് അവർ സാരി ചേഞ്ചിങ്ങിന് വേണ്ടി കിട്ടിയത്. പിന്നെ വേഗം അവളെ സാരിയെല്ലാം സെറ്റും കൊണ്ടുവരുന്നത്. സെറ്റും കൊണ്ട് കൊടുത്തെങ്കിലേ ഫുഡ് കഴിക്കാൻ പറ്റത്തുള്ളൂ. സെറ്റും കൊണ്ട് കൊടുപ്പിച്ച് വേഗം ചേഞ്ച് ചെയ്യിപ്പിച്ച് വിട്ട്. അത് കഴിഞ്ഞപ്പോൾ ലാസ്റ്റ് സാരിക്ക് അവർ പോകുന്നതിന് 5 മിനിറ്റ് മുമ്പേ ആണ് നമുക്ക് ബ്രൈഡിനെ കിട്ടിയത്. ഫോട്ടോഗ്രാഫർമാർ വഴക്ക് പറഞ്ഞിട്ടാണ് നമുക്ക് ബ്രൈഡിനെ തന്നത്. സാരി പ്ലീറ്റ് ചെയ്ത് വെച്ചത് കൊണ്ട് നമുക്കത് വേഗം കുടിപ്പിച്ച് കൊടുക്കാൻ പറ്റും. ബ്ലൗസ് ഇച്ചിരി ടൈറ്റ് ഉണ്ടായിരുന്നു. അതെല്ലാം റെഡിയാക്കി അവരെ വേഗം വിട്ടു. അത് കഴിഞ്ഞ് കഷ്ടിച്ച് 1 മണിക്കൂറേ ഉള്ളായിരുന്നു. റിസപ്ഷൻ അന്ന് തന്നെയായിരുന്നു. അതും അവൾ വന്നിട്ടുണ്ടായിരുന്നു. അവർ വേഗം റെഡിയാക്കി വിട്ടതിന് ശേഷം ഞാനും മോളും റെഡിയായിട്ട് റിസപ്ഷന് വരണമായിരുന്നു. ഞങ്ങളും വേഗം റെഡിയായി. റിസപ്ഷന് വൈകിട്ടും ഇവിടെയും നല്ല മഴയുണ്ടായിരുന്നു. ഞാൻ വന്നപ്പോഴത്തേക്ക് മഴയൊക്കെ തോന്നിട്ടുണ്ടായിരുന്നു. ഇതാണ് വർഷയും സനിലും. സനിൽ എൻ്റെ വീടിൻ്റെ അടുത്ത് തന്നെയുള്ളതാണ്. നമ്മൾ വന്നപ്പോൾ എല്ലാവരും ഫുഡൊക്കെ കഴിക്കുമായിരുന്നു. അവർ സ്റ്റേജിലുണ്ട്. അവർ ഫോട്ടോ ഒക്കെ എടുത്തുകൊണ്ടിരിക്കുന്ന എല്ലാവരും കുറച്ച് നേരം അതെല്ലാം നോക്കി. എന്നിട്ട് ഞാനും ഫുഡ് കഴിക്കാനായിട്ട് ചെന്നു. ഫുഡെല്ലാം വാങ്ങി ഞങ്ങൾ കഴിക്കാൻ ചെന്നിരുന്നപ്പം എൻ്റെ തിരുവാതിരയിലെ ഫ്രണ്ട്സ് എല്ലാം ഇരുന്ന് കഴിക്കുന്നുണ്ട്. ഞാൻ പിന്നെ അവരുടെ അടുത്ത് പോയിരുന്നു പോയി കഴിച്ചു. ധന്യ ഉണ്ടായിരുന്നു, ശില്പ ഉണ്ടായിരുന്നു, പിന്നെ മോളുടെ കൂട്ടുകാരിയാണ്. അവളും ഞങ്ങളുടെ തിരുവാതിരയിലുള്ള പവിത്ര. ഞങ്ങളെല്ലാവരും അതെല്ലാം കഴിച്ചുകൊണ്ടിരുന്ന. അമ്മയും കാശിയും നേരത്തെ കഴിച്ചിട്ട് അവരും ഗാനമേള അവിടെ ഞങ്ങളുടെ അടുത്ത് തന്നെയാണ് അവരിരുന്ന്. അവരും അതെല്ലാം കണ്ടുകൊണ്ടിരിക്കുകയായിരുന്നു. അന്നേരം ഉണ്ട് സീകള് വന്ന്. സീകള് ഞങ്ങളുടെ തിരുവാതിരയിലുള്ള എന്താ വരാൻ ലേറ്റ് ആയെന്നൊക്കെ അവൾ ചോദിക്കുമായിരുന്നു. ഞാൻ പറഞ്ഞിട്ട് എല്ലാം റെഡിയാക്കിയിട്ട് വന്നപ്പോൾ ഞങ്ങളും ലേറ്റ് ആയിപ്പോയി, ഞങ്ങൾ ഇപ്പോഴാണ് വന്നേന്ന് പറഞ്ഞു. അത് കഴിഞ്ഞപ്പോൾ ബിന്ദു ചേച്ചി വന്നു. ബിന്ദു ചേച്ചി വിചാരിച്ച് ഫോട്ടോ എടുക്കാനാണ്. പിന്നീടാണ് അറിഞ്ഞത് വീഡിയോ എടുക്കുകയെന്നുള്ളത്. ഫുഡെല്ലാം കഴിച്ച് കഴിഞ്ഞപ്പോൾ ഐസ്ക്രീം ഉണ്ടായിരുന്നു. ഐസ്ക്രീമും കഴിച്ച് അത് കഴിച്ച് ഇങ്ങനെ ഇരുന്നപ്പോൾ ഉണ്ട് വർഷ വന്ന് ചേച്ചി എപ്പോഴാണ് വന്നതേ ഉള്ളൂ, കഴിച്ചോന്നൊക്കെ ചോദിച്ചെല്ലാം ഫുഡൊക്കെ കഴിച്ചോന്നൊക്കെ ചോദിച്ച് അതെല്ലാം കഴിഞ്ഞ് കുറച്ച് നേരം ഞങ്ങൾ പിന്നെ അവിടെ ഇരുന്ന് എല്ലാം പിള്ളേരൊക്കെ ഭയങ്കര ഡാൻസ് ആയിരുന്നു. നല്ല ഗാനമേളയായിരുന്നു. കുറച്ച് നേരം അവിടെ നിന്ന് അധികം സമയം ഇരുന്ന് കേട്ടോ. നല്ല ഗാനമേള ആയതുകൊണ്ട് അതിലെ ഇരുന്ന് കണ്ടിട്ട് പോകാമെന്ന് വിചാരിച്ചു. അമ്മയൊക്കെ നേരത്തെ അങ്ങ് പോയായിരുന്നു. ഞാനും മോളും പിന്നെ ഇതെല്ലാം കഴിഞ്ഞ് ഞങ്ങളും ഇങ്ങ് ഇറങ്ങി. അപ്പം ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. ഈ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ.